ബോംബെ. ഒരു കാലത്ത് രണ്ട് മുഖങ്ങളുണ്ടായിരുന്നു ഈ നഗരത്തിന്. പകൽ വെളിച്ചത്തിൽ ലോകം കാണുന്ന സ്വപ്നങ്ങളുടെ ബോംബെയും, ഇരുട്ടിന്റെ മറവിൽ തോക്കുകൾ സംസാരിക്കുന്ന അധോലോകത്തിന്റെ ബോംബെയും. അന്ന് ബോംബെയുടെ ഭൂപടം വരച്ചിരുന്നത് കോർപ്പറേഷനോ ഗവൺമെന്റുകളോ അല്ലായിരുന്നു. മറിച്ച് കടൽ കടന്നെത്തിയ കള്ളക്കടത്ത് സ്വർണവും തെരുവുകളിൽ ചിതറിയ വെടിയുണ്ടകളുമായിരുന്നു. പഞ്ഞിമില്ലുകളിലെ പുകയണഞ്ഞപ്പോൾ പുകഞ്ഞത് ആയിരക്കണക്കിന് യുവാക്കളുടെ ജീവിതമായിരുന്നു. ആ പുകമറയ്ക്കുള്ളിൽ നിന്നാണ് ഹാജി മസ്താനും കരീം ലാലയും വരദരാജനും ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അധോലോകത്തിന് അടിത്തറയിട്ടത്. പിന്നീടങ്ങോട്ട് ആ നഗരം കണ്ടത് ചോരയുടെയും വെടിയുണ്ടകളുടെയും വിളയാട്ടമായിരുന്നു. ദോങ്ക്രിയിലെ ഇടവഴികളിൽ നിന്ന് സാമ്രാജ്യം പടുത്തുയർത്തിയ ദാവൂദ് ഇബ്രാഹിം, ബോംബെയുടെ റോബിൻഹുഡാകാൻ ശ്രമിച്ച അരുൺ ഗാവ്ലി, പോലീസിനെ വെല്ലുവിളിച്ച മാന്യ സുർവേ, ഛോട്ടാ രാജൻ തുടങ്ങിയവർ ബോംബെ നഗരം അടക്കിവാണു. കരാറുകൾ ഒപ്പിട്ടത് ചോര കൊണ്ടായിരുന്നു. കോടീശ്വരന്മാരായ ബിൽഡർമാർ മുതൽ ബോളിവുഡിലെ സൂപ്പർ സ്റ്റാറുകൾ വരെ ഒരു ഫോൺ കോളിൽ വിറച്ചു. അങ്ങനെ ബോംബെ എന്ന മഹാനഗരം ഒരധോലോക ഡോണിന്റെ വിരൽത്തുമ്പിൽ കറങ്ങിയ കാലം. എന്നാൽ 1990കളുടെ പകുതിയോടെ ചിത്രം മാറിത്തുടങ്ങി. ബോംബെ അണ്ടർവേൾഡിന്റെ ഭീതി പതുക്കെ കുറഞ്ഞു വന്നു. പല ഗുണ്ടകളും പരസ്പരമുള്ള കുടിപ്പകയിൽ കൊല്ലപ്പെട്ടു. പക്ഷെ ഏതൊരു സാമ്രാജ്യത്തിനും ഒരവസാനമുണ്ട്. ഭയം വിതച്ചവർക്ക് മുന്നിൽ അതേ നാണയത്തിൽ മറുപടി നൽകാൻ ചിലർ അവതരിച്ചു. പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കറുത്ത കുതിരകൾ പ്രദീപ് ശർമ്മ, ദയാ നായക്, വിജയ് സലാസ്കർ തുടങ്ങിയ എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റുകളുടെ ഉദയം ഈ കാലത്തായിരുന്നു. ഒന്നുകിൽ മുംബൈ വിടുക, അല്ലെങ്കിൽ ഞങ്ങളുടെ കൈകളാൽ കൊല്ലപ്പെടുക എന്നതായിരുന്നു അണ്ടർവേൾഡിന് അവർ നൽകിയ സന്ദേശം. പക്ഷെ ഇവിടെയാണ് ചോദ്യമുയരുന്നത്. വെറും തോക്കുകൾ കൊണ്ടാണോ ഈ അതിശക്തമായ സാമ്രാജ്യത്തെ പോലീസ് തകർത്തത്? അതോ തിരശീലയ്ക്ക് പിന്നിൽ ഇതിലും വലിയ മറ്റൊരു ചതിക്കുഴിയുണ്ടായിരുന്നോ? ഒരു സിസ്റ്റത്തെ മുഴുവൻ ശ്വാസം മുട്ടിച്ച ആ അധോലോകത്തിന്റെ ശവപ്പെട്ടിയിലെ അവസാന ആണിയായി മാറിയ ആ മഹാനിയമം ഏതായിരുന്നു? സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യ സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കുന്ന കാലം. അന്നത്തെ ബോംബെ, ഇന്നത്തെ മുംബൈ, ലക്ഷക്കണക്കിന് ആളുകൾ സ്വപ്നങ്ങൾ തേടിയെത്തുന്നൊരിടമായിരുന്നു. ഗ്രാമങ്ങളിൽ നിന്നും ദൂരദേശങ്ങളിൽ നിന്നും വലിയ തോതിൽ ആളുകൾ ടെക്സ്റ്റൈൽ മില്ലുകളിലും തുറമുഖങ്ങളിലും ഫാക്ടറികളിലും ജോലി പ്രതീക്ഷിച്ച് മുംബൈയിലേക്ക് ഒഴുകി വന്നു. എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നായിരുന്നു. ജോലികൾ പരിമിതമായിരുന്നു, താമസ സൗകര്യം കുറവും, ദാരിദ്ര്യം വളരെ കൂടുതലുമായിരുന്നു. ഇതോടെ മില്ലുകൾക്കും ഡോക്യാർഡുകൾക്കും ചുറ്റും ചേരികൾ വളർന്നു വന്നു. സാമ്പത്തികമായി തകർന്ന കുടുംബത്തിനൊരു നേരത്തെ ആഹാരം പോലും നൽകാൻ കഴിയാത്തവരായിരുന്നു അവിടെ താമസിച്ചിരുന്നത്. ഈ കഷ്ടപ്പാടുകൾ പലരെയും തെറ്റായ വഴികളിലേക്ക് തിരിച്ചു. ആ ചേരികളിൽ പതുക്കെ കറുത്ത ബിസിനസ്സുകളിൽ അധിഷ്ഠിതമായ ഒരു സമാന്തര സമ്പദ് വ്യവസ്ഥ രൂപം കൊണ്ടു. ഇന്ത്യൻ സർക്കാർ ആഭ്യന്തര നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്വീകരിച്ച സാമ്പത്തിക നയങ്ങൾ ഈ കള്ളക്കടത്ത് ബിസിനസ്സിന് വളമിട്ടു. ഇറക്കുമതിക്ക് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതോടെ ഇലക്ട്രോണിക് സാധനങ്ങൾ, വില കൂടിയ വാച്ചുകൾ, ആഭരണങ്ങൾ എന്നിവയ്ക്ക് 100% നികുതിയായി. ചില ലക്ഷറി സാധനങ്ങൾക്ക് 355% വരെയായിരുന്നു നികുതി. അക്കാലത്ത് ഇത്തരം സാധനങ്ങൾ സമ്പന്നതയുടെ അടയാളമായിരുന്നു. എന്നാൽ ഇന്ത്യയിൽ ഇവ നിർമ്മിച്ചിരുന്നില്ല. അതിനാൽ പലരും കള്ളക്കടത്തിലൂടെ ഇവ എത്തിക്കാൻ ശ്രമിച്ചു. ഇതിനു പുറമെ 1949 ബോംബെ പ്രൊഹിബിഷൻ ആക്ട് പ്രകാരം മദ്യത്തിന് കടുത്ത നിരോധനം ഏർപ്പെടുത്തി. ചുമയ്ക്കുള്ള മരുന്നിൽ പോലും ആൽക്കഹോൾ ഉണ്ട് എന്ന കാരണത്താൽ അവ നിരോധിക്കപ്പെട്ടു. നിരോധനം കാരണം മദ്യവില കുതിച്ചുയരുകയും ബ്ലാക്ക് മാർക്കറ്റ് സജീവമാവുകയും ചെയ്തു. ചേരികളിൽ കഴിഞ്ഞിരുന്നവർക്ക് മദ്യക്കച്ചവടത്തിലൂടെയും കള്ളക്കടത്തിലൂടെയും പണം സമ്പാദിക്കാനൊരു വലിയ അവസരം ഇതിലൂടെ ലഭിച്ചു. നിയമവിരുദ്ധമായ കാര്യമായതിനാൽ പണം കൂടുതലായിരുന്നു. പണമുള്ളിടത്ത് പവർ ഉണ്ടാകും. പവർ ഉള്ളിടത്ത് അടിപിടിയും കുറ്റകൃത്യങ്ങളും സാധാരണമാകും. മുംബൈയിലും സംഭവിച്ചത് ഇതുതന്നെയാണ്. തുടക്കത്തിൽ ചെറിയ തോതിലായിരുന്നെങ്കിലും പിന്നീട് ഇതൊരു വലിയ ബിസിനസ് ശൃംഖലയായി മാറി. മറുവശത്ത് മുംബൈയിലെ പോലീസ് സംവിധാനം ദുർബലവും അഴിമതി നിറഞ്ഞതുമായിരുന്നു. പോലീസുകാർക്ക് ജോലിഭാരം കൂടുതലും ശമ്പളം കുറവുമായിരുന്നു. ഇത് കൈക്കൂലി ഒരു സാധാരണ കാര്യമാക്കി മാറ്റി. കള്ളക്കടത്തുകാരും കുറ്റവാളികളും നിയമത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പഠിച്ചു. ചേരികളിൽ നിന്ന് വന്നവർ മദ്യവിൽപ്പനയിലൂടെയും കള്ളക്കടത്തിലൂടെയും സമ്പാദിച്ച പണത്തിനു മുന്നിൽ
മുംബൈ പോലീസും സിനിമാ താരങ്ങളും രാഷ്ട്രീയക്കാരും വരെ തലകുനിച്ചു. ഇവിടെ നിന്നാണ് മുംബൈ അണ്ടർവേൾഡിന്റെ തുടക്കം. ഒരിക്കൽ പഞ്ചർ ഷോപ്പിലും തുറമുഖത്തും കൂലിപ്പണിക്കാരനായി ജോലി ചെയ്തിരുന്ന ഹാജി മസ്താൻ കള്ളക്കടത്തിന്റെ രാജാവായി മാറി. കള്ളക്കടത്ത് സ്വർണം സൂക്ഷിക്കാൻ അദ്ദേഹം മുംബൈയിൽ പലയിടത്തും ഗോഡൌണുകൾ നിർമ്മിച്ചു. ഉയർന്ന നികുതി കാരണം നിയമപരമായ മാർക്കറ്റും സ്മഗ്ലിംഗ് മാർക്കറ്റും തമ്മിലുള്ള വലിയ വില വ്യത്യാസം ഈ ബിസിനസ്സിനെ ലാഭകരമാക്കി. പാവങ്ങളെ സഹായിച്ചുകൊണ്ട് ഒരു റോബിൻഹുഡ് പരിവേഷം ഉണ്ടാക്കിയെടുക്കാനും ഹാജി മസ്താൻ ശ്രമിച്ചു. അദ്ദേഹത്തിന്റെ പ്രശസ്തി എത്രത്തോളമായിരുന്നുവെന്നാൽ മുംബൈ അണ്ടർവേൾഡിന്റെ ആദ്യത്തെ ഡോൺ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടത്. എങ്കിലും അക്കാലത്ത് ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന ഒരേ ഒരു വ്യക്തി ഹാജി മസ്താൻ ആയിരുന്നില്ല. മറ്റു 2 കരുത്തർ കൂടി മുംബൈയെ അടക്കിവാണിരുന്നു. അതിലൊരാൾ തമിഴ്നാട്ടിൽ നിന്നെത്തി മുംബൈയുടെ മണ്ണിൽ സ്വാധീനമുറപ്പിച്ച വരദരാജൻ മുതലിയാർ എന്ന വരദാഭായി. മറ്റൊരാൾ പത്താൻ ഗാങ്ങിന്റെ തലവനായ കരീം ലാലയും. ഗുണ്ടാപിരിവ്, നിയമവിരുദ്ധ മദ്യക്കച്ചവടം, കൊട്ടേഷൻ കൊലപാതകങ്ങൾ എന്നിവയിലൂടെ കരീം ലാല തന്റെ അധികാരം നിലനിർത്തിയപ്പോൾ പ്രൊട്ടക്ഷൻ റാക്കറ്റുകൾ, ചൂതാട്ടം, ലേബർ യൂണിയനുകൾ എന്നിവയിലൂടെയായിരുന്നു വരദരാജന്റെ വളർച്ച. ഈ 3 പേരും തമ്മിൽ തല്ലുന്നതിന് പകരം കൈകോർക്കാൻ തീരുമാനിച്ചു. മുംബൈ നഗരത്തെ അവർ വിവിധ മേഖലകളായി വിഭജിച്ച് ഭരണം പങ്കിട്ടു. ഇതോടെ മുംബൈയിലെ കുറ്റകൃത്യങ്ങൾ വെറുമൊരു തെരുവ് ഗുണ്ടായിസത്തിനപ്പുറം കൃത്യമായ ഓർഗനൈസ്ഡ് ക്രൈമായി മാറി. ഇന്ത്യയെപ്പോലൊരു ജനാധിപത്യ രാജ്യത്ത് രാഷ്ട്രീയക്കാരുടെ വിജയത്തിന് വോട്ടുകൾ സമാഹരിക്കാൻ ഈ ഡോണുകൾക്ക് കഴിയുമായിരുന്നു. അതുകൊണ്ടുതന്നെ രാഷ്ട്രീയക്കാരും അധോലോകവും തമ്മിൽ ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് രൂപപ്പെട്ടു. അധോലോകത്തിന് രാഷ്ട്രീയ സംരക്ഷണം ലഭിച്ചപ്പോൾ പകരം രാഷ്ട്രീയക്കാർക്ക് തിരഞ്ഞെടുപ്പ് ഫണ്ടും മസിൽ പവറും ലഭിച്ചു. ക്രമേണ സിനിമകളെ സാമ്പത്തികമായി സഹായിക്കാനും തങ്ങൾക്കിഷ്ടപ്പെട്ട നടീനടന്മാർക്ക് വേഷങ്ങൾ വാങ്ങി നൽകാനും തുടങ്ങുന്നത്ര കരുത്തരായി അവർ മാറി. ബിൽഡർമാരും വ്യാപാരികളും സിനിമാക്കാരും പ്രൊട്ടക്ഷൻ മണി എന്ന പേരിൽ ഇവർക്ക് പണം നൽകിപ്പോന്നു. തർക്കങ്ങൾ കോടതിയിലല്ല, മറിച്ച് ഗ്യാങ് ലീഡർമാരുടെ മുന്നിലാണ് തീർപ്പാക്കപ്പെട്ടത്. പോലീസുകാർക്കും കൃത്യമായി വിഹിതം ലഭിച്ചിരുന്നതിനാൽ അവരും നിശബ്ദരായി. ഹാജി മസ്താന്റെ കാലത്ത് മുംബൈയിൽ വലിയ രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടായിരുന്നില്ല. തോക്കിനേക്കാൾ വാക്കുകൾ കൊണ്ട് പ്രശ്നങ്ങൾ തീർക്കാനായിരുന്നു അയാൾക്കാഗ്രഹം. എന്നാൽ 1980കളോടെ ഈ പഴയ തലമുറയുടെ സ്വാധീനം കുറഞ്ഞു. ഹാജി മസ്താൻ രാഷ്ട്രീയം തിരഞ്ഞെടുത്തു. പത്താൻ ഗാങ്ങിൽ പുതിയ പയ്യന്മാർ തലപൊക്കി. ഇതോടെ ഡോങ്ക്രിയിലെ ഒരു പോലീസ് കോൺസ്റ്റബിളിന്റെ മകൻ രംഗപ്രവേശം ചെയ്തു. ദാവൂദ് ഇബ്രാഹിം. ജ്യേഷ്ഠൻ സബീർ ഇബ്രാഹിമിനോടൊപ്പം ചേർന്ന് ദാവൂദ് ഡി കമ്പനി സ്ഥാപിച്ചു. കുറ്റകൃത്യങ്ങളെ തെരുവിൽ നിന്ന് മാറ്റി ഒരു കോർപ്പറേറ്റ് സ്റ്റൈലിലുള്ള സിൻഡിക്കേറ്റായി അയാൾ മാറി. അതേസമയം തന്നെ ദഗ്ഡി ചോളിൽ തന്റെ സാമ്രാജ്യം പടുത്തുയർത്തി അരുൺ ഗാവ്ലി എന്ന ഡോൺ ഉദയം ചെയ്തു. മറുഭാഗത്ത് മന്യ സുർവേ പോലുള്ളവർ കൊട്ടേഷൻ കൊലപാതകങ്ങളിലൂടെ പേരെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പത്താൻ ഗാങ്ങിൽ ആലം സേബ്, സമദ് ഖാൻ എന്നിവരും അധികാരം മോഹിച്ചു. എല്ലാവരെയും വെട്ടിമാറ്റി മുംബൈ അധോലോകത്തിന്റെ അധിപനാകാൻ ദാവൂദ് ആഗ്രഹിച്ചു. അയാൾ പോലീസുമായി സഖ്യമുണ്ടാക്കി മറ്റു ഗാങ്ങുകളെ ഒറ്റിക്കൊടുത്തു. ദാവൂദിന്റെ ഈ ഏകപക്ഷീയമായ നീക്കങ്ങൾ പഴയ രീതിയിലുള്ള ധാരണകൾ തകർത്തു. ഇതിന് പ്രതികാരമായി 1981 ഫെബ്രുവരി 12 പത്താൻ ഗ്യാങ്ങും മന്യസുർവേയും ചേർന്ന് ദാവൂദിന്റെ ജ്യേഷ്ഠൻ സബീർ ഇബ്രാഹിമിനെ കൊലപ്പെടുത്തി. കുടുംബാംഗങ്ങളെ ആക്രമിക്കില്ലെന്ന അധോലോകത്തെ പഴയ നിയമം അതോടെ തകർന്നു. മുംബൈയിലെ തെരുവുകൾ ചോരക്കളമായി. തന്റെ സഹോദരന്റെ മരണത്തിന് പകരം ചോദിക്കാൻ ദാവൂദ് പോലീസിനെ കൂട്ടുപിടിച്ച് മന്യസുർവേ ഉൾപ്പെടെയുള്ള ശത്രുക്കളെ എൻകൗണ്ടറിലൂടെ കൊലപ്പെടുത്തി. എന്നാൽ 1986ഓടെ ഇന്ത്യയിൽ നിൽക്കുന്നത് സുരക്ഷിതമല്ലെന്ന് ദാവൂദിന് മനസ്സിലായി. പോലീസ് എൻകൗണ്ടറുകൾ മുംബൈയിൽ ശക്തിപ്പെട്ടതോടെ അയാൾ ദുബൈയിലേക്ക് കടന്നു. തന്റെ വിശ്വസ്തനായ ഛോട്ടാ രാജനെ ഇന്ത്യയിലെ കാര്യങ്ങൾ ഏൽപ്പിച്ചു. ദാവൂദ് ഇബ്രാഹിം ദുബൈയിലേക്ക് കടന്നതോടെ മുംബൈ അധോലോകം വെറുമൊരു പ്രാദേശിക ഗുണ്ടാസംഘമല്ലാതായി മാറി. ദുബൈ, പാകിസ്ഥാൻ, തെക്ക് കിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിലേക്ക് വ്യാപിച്ച ഒരു അന്താരാഷ്ട്ര സ്മഗ്ലിംഗ് ശൃംഖലയായി ഡി കമ്പനി വളർന്നു. പണത്തിന്റെ ഒഴുക്ക് വർദ്ധിച്ചെങ്കിലും മുംബൈയിലെ തെരുവുകളിൽ ചോരപ്പുഴ ഒഴുകിക്കൊണ്ടിരുന്നു. ദാവൂദിന്റെ ഒറ്റിനെ തുടർന്ന് പോലീസ് രമ നായക് എന്ന ഗുണ്ടാതലവനെ എൻകൗണ്ടറിലൂടെ കൊലപ്പെടുത്തി.
അശോക് ജോഷിയും അരുൺ ഗാവ്ലിയും തങ്ങളുടെ ഗുരുവായി കണ്ടിരുന്ന ആളായിരുന്നു രമാ നായക്. ഈ മരണത്തിന് പകരം വീട്ടാനും ദാവൂദിനോടുള്ള ഭയം ജനങ്ങളുടെ മനസ്സിൽ നിന്നും മായ്ക്കാനുമായി 1988 നവംബർ 21 ദാവൂദിന്റെ ഫിനാൻഷ്യൽ അഡ്വൈസറായ സതീഷ് രാജയെ അവർ നടുറോഡിലിട്ട് വെടിവെച്ചു കൊന്നു. പക്ഷേ ഈ പ്രതികാരം അശോക് ജോഷിയുടെ ജീവനെടുത്തു. സതീഷ് രാജയെ കൊല്ലപ്പെട്ട് വെറും 13 ദിവസങ്ങൾക്ക് ശേഷം 1988 ഡിസംബർ 4 അശോക് ജോഷിയും സുഹൃത്തുക്കളും പൂനെയ്ക്ക് പോകുമ്പോൾ ഛോട്ടാ രാജന്റെ നേതൃത്വത്തിലുള്ള സംഘം അവരുടെ വണ്ടി തടഞ്ഞു നിർത്തി വെടിയുതിർത്തു. അശോക് ജോഷിയും കൂട്ടരും അവിടെ തന്നെ കൊല്ലപ്പെട്ടു. വൈകാതെ ദാവൂദിന്റെ നിർദ്ദേശപ്രകാരം അരുൺ ഗാവ്ലിയുടെ ജ്യേഷ്ഠൻ കിഷോർ ഗാവ്ലിയും കൊലപ്പെടുത്തി. തന്റെ ഗുരുവും സുഹൃത്തും സഹോദരനും കൊല്ലപ്പെട്ടതോടെ അരുൺ ഗാവ്ലി പകയുടെ അഗ്നിയായി മാറി. ഡി കമ്പനിയെ മുംബൈയിൽ നിന്ന് തുടച്ചു നീക്കുക എന്നത് അയാളുടെ ഏക ലക്ഷ്യമായി. ഗാവ്ലി സംഘം ദാവൂദിന്റെ ഹവാല ഇടപാടുകാരൻ മഹേന്ദ്ര ചൗരാഡിയെയും വിശ്വസ്തരായ ലംബു അമീർ, രാജി മെഹദി എന്നിവരെയും വധിച്ചു. ഇതിനു പിന്നാലെ ദാവൂദിന്റെ സഹോദരി ഹസീന പാർക്കറുടെ ഭർത്താവ് ഇബ്രാഹിം പാർക്കറും കൊല്ലപ്പെട്ടു. ഇതോടെ മുംബൈയെ നടുക്കിയ ജെ ഹോസ്പിറ്റൽ ഷൂട്ടൌട്ട് നടന്നു. 1992 നവംബർ 12 ദാവൂദിന്റെ ഷൂട്ടർമാർ ജെ ഹോസ്പിറ്റലിൽ അതിക്രമിച്ചു കയറി വെടിയുതിർക്കുകയും ഇബ്രാഹിം പാർക്കറെ കൊന്ന ശൈലേഷ് ഹൽദങ്കറെ വധിക്കുകയും ചെയ്തു. ഈ വെടിവെപ്പിൽ 2 പോലീസുകാരും കൊല്ലപ്പെട്ടു. ഈ സംഭവം ദാവൂദും ഛോട്ടാ രാജനും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടാക്കി. ഈ കൃത്യം നിർവഹിക്കാൻ ദാവൂദ് ആദ്യം ഏൽപ്പിച്ചത് രാജനെയായിരുന്നു. എന്നാൽ വൈകിയതോടെ ദാവൂദ് തന്റെ ലെഫ്റ്റ് ഹാൻഡായ ഛോട്ടാ ഷക്കീലിനെ ചുമതലയേൽപ്പിച്ചു. ഇത് രാജന്റെ ഉള്ളിൽ ദാവൂദിനോടുള്ള സംശയം വർദ്ധിപ്പിച്ചു. ഒരു വശത്ത് ഗ്യാങ് വാറുകൾ നടക്കുമ്പോൾ മറുവശത്ത് മുംബൈ പോലീസ് എൻകൗണ്ടറുകളിലൂടെ ഇവരെ വേരോടെ പിഴുതെറിയാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. 1991 ലോഖണ്ഡ്വലയിലെ ഒരു കെട്ടിടത്തിൽ ഡി കമ്പനിയുടെ ഷൂട്ടർമാരായ മായ ഡോളസും ദിലീപ് ബുവയും ഒളിച്ചിരിക്കുന്നുണ്ടെന്ന വിവരം ATSന് ലഭിച്ചു. 4 മണിക്കൂർ നീണ്ട പോരാട്ടത്തിനൊടുവിൽ അവരെല്ലാവരെയും പോലീസ് വധിച്ചു. എന്നാൽ 1992 ഡിസംബർ 6 ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതോടെ രാജ്യമെമ്പാടും വർഗീയ ലഹളകൾ പൊട്ടിപ്പുറപ്പെട്ടു. ഇതിന്റെ മറവിൽ മുംബൈയെ തകർക്കാൻ പാകിസ്ഥാൻ ഏജൻസിയായ ISIയുമായി ചേർന്ന് ദാവൂദ് ഗൂഢാലോചന നടത്തി. ടൈഗർ മേമൻ, അനീസ് ഇബ്രാഹിം എന്നിവരുടെ സഹായത്തോടെ 1993 മാർച്ച് 12 മുംബൈയിൽ 12 ബോംബ് സ്ഫോടനങ്ങൾ നടന്നു. 257 പേർ കൊല്ലപ്പെടുകയും 700-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഈ സ്ഫോടനത്തോടെ അധോലോകം വെറുമൊരു ക്രൈം ഗ്രൂപ്പല്ല, മറിച്ച് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയായ ഒന്നാണെന്ന് ഭരണകൂടം തിരിച്ചറിഞ്ഞു. രാഷ്ട്രീയ സമ്മർദ്ദവും ജനരോഷവും കാരണം പോലീസിന് ഫ്രീ ഹാൻഡ് നൽകപ്പെട്ടു. കോടതിയിലെ നിയമക്കുരുക്കുകളും സാക്ഷികൾ മൊഴിമാറുന്നതും ഒഴിവാക്കാൻ കുറ്റവാളികളെ പിടികൂടുന്നതിനു പകരം വധിക്കാൻ പോലീസ് തീരുമാനിച്ചു. ദയാ നായക്, വിജയ് സലാസ്കർ, പ്രദീപ് ശർമ്മ, സച്ചിൻ വാസെ തുടങ്ങിയ എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റുകൾ ജനങ്ങളുടെ കണ്ണിൽ ഹീറോകളായി. 1983 ബാച്ചിലെ പോലീസ് ഓഫീസർമാരായിരുന്നു ഇവരിൽ ഭൂരിഭാഗവും. അതിനാൽ ഇവർ 83 ബാച്ച് എന്നറിയപ്പെട്ടു. യഥാർത്ഥത്തിൽ 1982 മാന്യ സുർവേയെ വധിച്ചുകൊണ്ടായിരുന്നു ഈ എൻകൗണ്ടർ പരമ്പരയ്ക്ക് തുടക്കമായത്. എന്നാൽ 1993 ശേഷം ഇതൊരു യുദ്ധമായി തന്നെ മാറി. 1993 മെയ് 6 ഈ ബാച്ച് ആദ്യമായി വാർത്തകളിൽ നിറഞ്ഞത്. 36ഓളം ഗ്യാങ് വാറുകളിൽ പങ്കാളിയായ സുഭാഷ് മക്ഡവാലയെ 13 വെടിയുണ്ടകൾ ഉതിർത്തു വധിച്ചു. ഇതിനു പിന്നാലെ ഡി കമ്പനി ഉൾപ്പെടെയുള്ള വിവിധ ഗ്യാങ്ങുകളിലെ കൊടും ക്രിമിനലുകൾ ഓരോന്നായി പോലീസിന്റെ വെടിയേറ്റു വീണു. കുറ്റവാളികൾക്കുള്ള ശിക്ഷ ഇനി കോടതി മുറികളിലല്ല, പോലീസിന്റെ തോക്കിൻ മുനയിലാണെന്ന അവസ്ഥ വന്നു. ഓരോ എൻകൗണ്ടറിനും പിന്നിൽ മിക്കവാറും ഒരേ കഥയായിരുന്നു. രഹസ്യ വിവരം കിട്ടി പോലീസ് ഒഴിത്താവളത്തിലെത്തുന്നു, കീഴടങ്ങാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ ക്രിമിനൽ തിരികെ വെടിവെക്കുന്നു. ആത്മരക്ഷാർത്ഥം പോലീസ് നടത്തിയ വെടിവെപ്പിൽ അവൻ കൊല്ലപ്പെടുന്നു. ഇതോടെ ഗുണ്ടാ സംഘങ്ങളുടെ ഉള്ളിൽ പോലീസിനെക്കുറിച്ചുള്ള ഭയം വേരോടി തുടങ്ങി. അങ്ങനെ മുംബൈ അധോലോകത്തിന്റെ അന്ത്യം അവിടെ കുറിക്കപ്പെട്ടു. 1993 ശേഷം അധോലോകം മതത്തിന്റെ പേരിൽ ഭിന്നിച്ചു. മുംബൈ സ്ഫോടനത്തിനു മുമ്പ് ഹിന്ദു മുസ്ലിം ഡോണുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുകയും പരസ്പരം ആഘോഷങ്ങളിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു.
എന്നാൽ ദാവൂദിന്റെ സ്ഫോടന പ്ലാനുകളിൽ നിന്ന് തന്നെ മാറ്റി നിർത്തിയത് ഛോട്ടാ രാജനെ ചൊടിപ്പിച്ചു. ഡി കമ്പനിയിലെ അംഗങ്ങൾ രാജനെ ദുബായിൽ വെച്ച് വധിക്കാൻ പദ്ധതിയിട്ടു. വിവരം മുൻകൂർ അറിഞ്ഞ രാജൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഇതോടെ ദാവൂദും രാജനും ബദ്ധശത്രുക്കളായി. താനൊരു ഹിന്ദു ഡോണാണെന്ന് സ്ഥാപിക്കാനായി മുംബൈ സ്ഫോടന കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതികളെ രാജൻ വേട്ടയാടി തുടങ്ങി. ദാവൂദിന്റെ പ്രിയപ്പെട്ടവനും സ്ഫോടനത്തിൽ പങ്കാളിയുമായ ഫില്ലു ഖാൻ, ബക്തിയാർ അഹമ്മദ് ഖാൻ എന്നിവരെ രാജൻ വധിച്ചു. കൂടാതെ സലീം കുർള, മജീദ് ഖാൻ, മുഹമ്മദ് ജിന്ദ്രാൻ തുടങ്ങിയ ദാവൂദിന്റെ വിശ്വസ്തരെയും അയാൾ ഇല്ലാതാക്കി. ദുബായിൽ വെച്ച് ദാവൂദിന്റെ വലം കൈയായ ശരത് ഷെട്ടിയെയും രാജൻ കൊലപ്പെടുത്തി. പലതവണ ദാവൂദിനെ കൊല്ലാൻ ശ്രമിച്ചെങ്കിലും അയാൾ രക്ഷപ്പെട്ടു. ഇതേസമയം മുംബൈയിൽ പോലീസിന്റെ എൻകൗണ്ടറുകൾ തകൃതിയായി നടക്കുന്നുണ്ടായിരുന്നു. ഒരിക്കൽ നടു റോഡിൽ വിലസിച്ചിരുന്ന ഗുണ്ടകൾ ഒളിത്താവളങ്ങളിലേക്ക് മാറി. നേപ്പാളും മലേഷ്യയും ദുബായിയും അവരുടെ രക്ഷപ്പെടൽ പാതകളായി. അരുൺ ഗാവ്ലി, അമർനാഥ് നായക് ഗ്യാങ്ങുകളെ തകർക്കുന്നതിൽ വിജയ് സലാസ്കർ വലിയ പങ്ക് വഹിച്ചു. ദഗ്ഡി ചോളിന് പുറത്ത് ജീപ്പിന്റെ ബോണറ്റിലിരുന്ന് സലാസ്കർ മണിക്കൂറുകളോളം ഗാവ്ലിയെ കാത്തിരിക്കുമായിരുന്നു. സലാസ്കറെ ഗാവ്ലിക്ക് അത്രമേൽ ഭയമായിരുന്നു. തന്റെ വിശ്വസ്തരായ പലരും എൻകൗണ്ടറിൽ കൊല്ലപ്പെട്ടതോടെ ഗാവ്ലിയുടെ ആത്മവിശ്വാസം പൂർണ്ണമായും തകർന്നുപോയി. ഒരു വശത്ത് വെടിയുണ്ടകൾ അധോലോകത്തെ തകർക്കുമ്പോൾ മറുവശത്ത് 1991 LPG പരിഷ്കാരങ്ങൾ അവരുടെ നട്ടെല്ലൊടിച്ചു. ഇന്ത്യയുടെ വിദേശ നാണ്യശേഖരം കുറഞ്ഞുവന്ന ആ കാലത്ത് അന്നത്തെ ധനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് സാമ്പത്തിക ഉദാരവൽക്കരണം നടപ്പിലാക്കി. വിദേശ ഉൽപ്പന്നങ്ങൾക്കായി ഇന്ത്യൻ വിപണി തുറന്നുകൊടുത്തതോടെ കള്ളക്കടത്ത് എന്ന ബിസിനസ് മോഡൽ തകർന്നു. മുമ്പ് അധോലോകം നിയമവിരുദ്ധമായി എത്തിച്ചിരുന്ന സാധനങ്ങൾ ഇപ്പോൾ മാർക്കറ്റിൽ നിയമപരമായി കുറഞ്ഞ വിലയ്ക്ക് കിട്ടിത്തുടങ്ങി. ലാഭമില്ലാതായതോടെ അധോലോകത്തിന്റെ സാമ്പത്തിക അടിത്തറ ഇളകി. മദ്യനിരോധന നിയമങ്ങളിൽ ഇളവ് വന്നതോടെ ആ മേഖലയിലെ വരുമാനവും നിലച്ചു. ഇതോടെ അധോലോകം കൂടുതൽ അക്രമാസക്തരായി. വരുമാനം കണ്ടെത്താൻ അവർ തട്ടിക്കൊണ്ടുപോകൽ, ഭീഷണിപ്പെടുത്തി പണം തട്ടൽ, കൊട്ടേഷൻ കൊലപാതകങ്ങൾ എന്നിവയിലേക്ക് പൂർണ്ണമായും ശ്രദ്ധ തിരിച്ചു. പണം നൽകാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് 1997 ഓഗസ്റ്റിൽ ടി സീരീസ് ഉടമ ഗുൽഷൻ കുമാറിനെ ദാവൂദ് ഗ്യാങ് വെടിവെച്ചു കൊന്നു. ഈ സംഭവം രാജ്യത്തെ ആകെ നടുക്കി. 1998 മാത്രം പണം നൽകാത്തതിന്റെ പേരിൽ മുംബൈയിലെ 101 വ്യാപാരികളാണ് കൊല്ലപ്പെട്ടത്. ഈ ക്രമസമാധാന തകർച്ചയിൽ മനം മടുത്ത് 800ഓളം വ്യാപാരികൾ ബിർള ക്രീഡാകേന്ദ്രത്തിൽ ഒത്തുകൂടി സർക്കാരിനെതിരെ പൊട്ടിത്തെറിച്ചു. നികുതി അടക്കില്ലെന്നും ബ്ലാക്ക് ദീപാവലി ആഘോഷിക്കുമെന്നും അവർ ഭീഷണി മുഴക്കി. ഇതോടെ ഗുണ്ടാ സംഘങ്ങളെ വേരോടെ പിഴുതെറിയാൻ സർക്കാർ നിർബന്ധിതരായി. അങ്ങനെയാണ് 1999 മഹാരാഷ്ട്ര സർക്കാർ മക്കോക്ക എന്ന കഠിനമായ നിയമം കൊണ്ടുവന്നത്. കുറ്റപത്രം സമർപ്പിക്കാനുള്ള സമയം 180 ദിവസമായി വർദ്ധിപ്പിച്ചു. പോലീസ് റിമാൻഡ് 30 ദിവസമാക്കി. ഈ നിയമപ്രകാരം പിടിക്കപ്പെട്ടാൽ രക്ഷപ്പെടുക അസാധ്യമായിരുന്നു. അധോലോക നേതാക്കളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി, ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. CBIയും EDയും കൂടുതൽ ശക്തമായി ഇടപെട്ടു. ഇതിനിടയിൽ പല വമ്പൻ സ്രാവുകളും നിയമത്തിന്റെ വലയിലായി. എൻകൗണ്ടറുകൾ വർദ്ധിച്ചതോടെ എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റുകളുടെ ജനപ്രീതിയും ഏറി. മറ്റുള്ളവരുടെ ജീവിതത്തിന് പുല്ലുവില പോലും കൽപ്പിക്കാതിരുന്ന ആ ക്രിമിനലുകളുടെ ലോകത്തേക്ക് മരണം ഇരച്ചുകയറി. മുംബൈ പോലീസിന്റെ ഈ പ്രത്യേക സ്ക്വാഡ് തങ്ങളുടെ ഓപ്പറേഷനുകളിലൂടെ 600-ലധികം ഗ്യാങ്സ്റ്റർമാരെയാണ് വകവരുത്തിയത്. 2005 ആയപ്പോഴേക്കും മുംബൈയിൽ നിന്ന് അധോലോകം ഏതാണ്ട് പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ടു. ആ കാലത്ത് മുംബൈ പോലീസ് ഓഫീസർമാർക്കിടയിൽ ക്രിമിനലുകളെ എൻകൗണ്ടർ ചെയ്യുന്നതിൽ ഒരു മത്സരബുദ്ധി തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. 1993 ബോംബ് സ്ഫോടനത്തിന് ആയുധങ്ങൾ എത്തിച്ചവനും ഗുൽഷൻ കുമാറിനെ കൊലപ്പെടുത്തിയവനുമായ അബു സലീമിനെ പോർച്ചുഗലിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ 2005 അയാളെ ഇന്ത്യയിലെത്തിച്ചു. ഇത് ഡി കമ്പനിയുടെ പ്രവർത്തനങ്ങളുടെ നട്ടെല്ലൊടിച്ചു. അയാൾ ഇന്നും നാസിക് റോഡ് സെൻട്രൽ ജയിലിൽ ശിക്ഷ അനുഭവിക്കുകയാണ്. 2008 ഒരു കൊലപാതക കേസിൽ അരുൺ ഗാവ്ലിയും അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലായി. ദാവൂദിന്റെ ഏറ്റവും വലിയ ശത്രുവായി മാറിയ ഛോട്ടാ രാജനെ 2015 ഇന്തോനേഷ്യയിലെ ബാലിയിൽ വെച്ച് പിടികൂടി ഇന്ത്യയിലെത്തിച്ച് ജയിലിലടച്ചു. മുംബൈയിലായാലും ഇന്ത്യക്ക് പുറത്തായാലും അധോലോക നായകന്മാർക്ക് ഇനി സുരക്ഷിതമായിരിക്കാൻ കഴിയില്ല എന്ന ശക്തമായ സന്ദേശമാണ് ഇതിലൂടെ നൽകിയത്. ഇന്നത്തെ അവസ്ഥ പരിശോധിച്ചാൽ ഛോട്ടാ ഷക്കീലും ദാവൂദ് ഇബ്രാഹിമും ഇപ്പോഴും ഒളിവിലാണ്. ഇന്ത്യയുടെ കടുത്ത സമ്മർദ്ദത്തെ തുടർന്ന് അമേരിക്ക ദാവൂദിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കുകയും വലിയൊരു തുക ഇനാം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്.
ദാവൂദ് ഇപ്പോൾ പ്രവർത്തനപരമായി ഒറ്റപ്പെട്ടെങ്കിലും പാകിസ്ഥാനിൽ സുരക്ഷിതനായി കഴിയുന്നത് എന്നത് ഇന്ത്യൻ ഏജൻസികളുടെ ഒരു പരാജയമായി തന്നെ കാണേണ്ടി വരും. എങ്കിലും ആ ഒരു കേസ് മാറ്റി നിർത്തിയാൽ മുംബൈ അധോലോകത്തെ മിക്കവാറും എല്ലാ വമ്പന്മാരും ഇല്ലാതായി കഴിഞ്ഞു. ശരത് ഷെട്ടി, രമാഭായ് നായിക്, ബാബു രശീം, അശോക് ജോഷി തുടങ്ങിയവർ ഗ്യാങ് വാറുകളിൽ കൊല്ലപ്പെട്ടപ്പോൾ മാന്യ സുർവേ, മായ ഡോളസ്, ദിലീപ് ബുവ, അമർനാഥ് നായിക് എന്നിവർ പോലീസ് എൻകൗണ്ടറുകളിൽ ഒടുങ്ങി. അനിൽ പരബ്, അബു സലീം, ഛോട്ടാ രാജൻ എന്നിവർ ഇന്നും അഴിക്കുള്ളിലാണ്. അതേസമയം 17 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം അരുൺ ഗാവ്ലി 2025 ജാമ്യത്തിലിറങ്ങി. ഇന്ന് മുംബൈ ശാന്തമാണ്. ഒരു കാലത്ത് നഗരത്തെ വിറപ്പിച്ച അധോലോകം ഇന്ന് വെറും ചരിത്രം മാത്രമായി അവശേഷിക്കുന്നു. മുംബൈ ഇന്ന് വികസനത്തിന്റെ പാതയിൽ അതിവേഗം മുന്നേറുകയാണ്. സിസ്റ്റം ശക്തമാവുകയും നഗരം പക്വത കൈവരിക്കുകയും ചെയ്തു. രാഷ്ട്രീയ ഇച്ഛാശക്തിയുണ്ടെങ്കിൽ ഒരു കുറ്റവാളിയും നിയമത്തിനു പുറത്തല്ലെന്നും ഏതൊരു നഗരത്തിലും സമാധാനം കൊണ്ടുവരാൻ കഴിയുമെന്നും കഴിഞ്ഞ 25 വർഷത്തെ സർക്കാർ നടപടികൾ തെളിയിച്ചു കഴിഞ്ഞു.